നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന വാക്പോരുകളും രാജ്യത്തെമ്പാടും അലയടിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും നമ്മളോട് പറയുന്നത് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ചിത്രമാണ്. കഴിഞ്ഞ ദിവസം പൂനെയിൽ നടന്ന ഒരു വലിയ സംഭവത്തിൽ നിന്നാണ് കാര്യങ്ങൾ കൂടുതൽ ചൂടുപിടിക്കുന്നത്. അവിടെ വിദ്യാർത്ഥിനികൾക്കായി പ്രത്യേകമായി സംഘടിപ്പിച്ച ഒരു കൂറ്റൻ റാലിയിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ ഈ റാലിക്ക് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. തെരുവിൽ പെൺകുട്ടികൾ വന്ന് സർക്കാരിൻ്റെ തെറ്റുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നതും ചീത്ത വിളിക്കുന്നതുമൊക്കെ തനിക്ക് വലിയൊരു കൾച്ചറൽ ഷോക്ക് അഥവാ സാംസ്കാരികമായ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് എന്നായിരുന്നു മോദിയുടെ വാദം. എന്നാൽ പൂനെയിലെ റാലിയിൽ വെച്ച് രാഹുൽ ഗാന്ധി ഇതിന് നൽകിയ മറുപടി വളരെ പ്രസക്തവും ചിന്തിപ്പിക്കുന്നതുമായിരുന്നു. രാഹുൽ ചോദിച്ചത് ഇത്രമാത്രമാണ്: ആൺകുട്ടികൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ തെരുവിലിറങ്ങി സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അതിലാർക്കും ഒരു കുഴപ്പവുമില്ല. എന്നാൽ പെൺകുട്ടികൾ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി കൃത്യമായി സംസാരിക്കുമ്പോൾ മാത്രം അതെങ്ങനെയാണ് ഭരണകൂടത്തിന് കൾച്ചറൽ ഷോക്കായി മാറുന്നത്? ഈ ചോദ്യം നമ്മളും തിരിച്ചു ചോദിക്കേണ്ട ഒന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിക്ക് കൾച്ചറൽ ഷോക്ക് ഉണ്ടാക്കേണ്ടത്? 2002 ഗുജറാത്ത് വംശഹത്യയുടെ സമയത്ത് പാവപ്പെട്ട സ്ത്രീകളെയും ബിൽക്കീസ് ബാനുവിനെയും പോലെയുള്ള മനുഷ്യരെയും സംഘപരിവാർ ക്രിമിനലുകൾ ക്രൂരമായി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് യാതൊരുവിധ കൾച്ചറൽ ഷോക്കും ഉണ്ടാകാതിരുന്നത്? ഇനി അത് പഴങ്കഥയാണെന്ന് വെക്കാം. കഴിഞ്ഞ കുറച്ചു കാലമായി മണിപ്പൂരിൽ സ്ത്രീകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു. അവർ തെരുവിൽ നഗ്നരായി നടത്തപ്പെടുന്നു, ക്രൂരമായി കൊല്ലപ്പെടുന്നു. ആ സമയത്തൊക്കെ പ്രധാനമന്ത്രിയുടെ കസേരയിലിരുന്ന നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് ഒരു ഷോക്കും അനുഭവപ്പെട്ടില്ല? കാരണം വളരെ ലളിതമാണ്. ഇത്തരം ആക്രമണങ്ങളിലൂടെയും ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തിക്കൊണ്ടുമാണ് സംഘപരിവാർ എന്നും തങ്ങളുടെ അധികാരം നിലനിർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. സ്വന്തം കൺമുന്നിൽ ക്രൂരമായ അനീതികൾ നടക്കുമ്പോൾ മൗനം പാലിച്ചവർക്ക് ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികളും പെൺകുട്ടികളും തെരുവിലിറങ്ങി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് വല്ലാതെ പൊള്ളുന്നുണ്ട്. എന്നാൽ പെൺകുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും ഈ പ്രതിഷേധം കൊണ്ട് മാത്രം തീരുന്നതല്ല മോദിയുടെയും അമിത്ഷായുടെയും ഉള്ളിലെ ഭയം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെച്ചിറങ്ങേണ്ടി വന്ന ആ സാഹചര്യം ഈ സർക്കാരിന് ഏറ്റ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിരുന്നു. വിദ്യാർത്ഥികൾ തുടങ്ങിയ ആ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി നൽകിയ പിന്തുണ വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജിക് മൂവായിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് ക്രൂരമായി നേരിട്ടപ്പോഴും പോലീസിന്റെ ആക്രമണത്തിനിരയായ ആ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാൻ രാഹുൽ ഗാന്ധി അവർക്കൊപ്പം ഉറച്ചു നിന്നു. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന നിലവിലെ കേന്ദ്രമന്ത്രി JP നദ്ദ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത് വിദ്യാർത്ഥികളുടെ പരാതിയിൽ FIR ഇടുന്ന പ്രശ്നമേ ഇല്ല എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം മണിക്കൂറുകൾക്കകം അതേ പോലീസിനെ കൊണ്ട് FIR ഇടിയിപ്പിക്കാൻ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലുകൾക്ക് സാധിച്ചു. ഭരണകൂടത്തിന് മുൻപിൽ വിദ്യാർത്ഥികളും പൊതുസമൂഹവും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു അത്. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിന് കാര്യങ്ങൾ തങ്ങളുടെ കൈവിട്ട് പോവുകയാണെന്ന് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഡൽഹി പോലീസിന് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പുതിയ ചില നിർദ്ദേശങ്ങൾ നൽകേണ്ടി വന്നിരിക്കുന്നത്. ഇനി വിദ്യാർത്ഥികളെ നേരിടുമ്പോൾ വളരെ സാവധാനത്തിലും സൂക്ഷ്മതയോടെയും പെരുമാറണമെന്നും അവരെ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് പരസ്യമായി ആക്രമിക്കരുതെന്നുമാണ് പോലീസിനുള്ള ഉപദേശം. കാരണം വിദ്യാർത്ഥികൾക്ക് മേൽ കൈവച്ചപ്പോൾ ഉണ്ടായ പൊള്ളൽ സർക്കാരിന് നന്നായി മനസ്സിലായിട്ടുണ്ട്. വരാൻ പോകുന്ന വലിയ സമരങ്ങളുടെ വെറും ഒരു ട്രെയിലർ മാത്രമാണ് ഇപ്പോൾ കണ്ടത് എന്ന് കേന്ദ്ര സർക്കാരിന് കൃത്യമായി അറിയാം. പക്ഷേ പഴയതുപോലെ കാര്യങ്ങൾ ക്യാമറയ്ക്ക് പിന്നിൽ ഒളിച്ചു വെക്കാൻ ഇന്നിവിടെ കഴിയില്ല. കാരണം ഇന്ന് സമരത്തിനിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും കയ്യിൽ സ്മാർട്ട് ഫോണും ക്യാമറയുമുണ്ട്. ഈ ഒരു മാറ്റമാണ് ഭരണകൂടത്തെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ പരാജയങ്ങൾ മറച്ചുവെക്കാൻ പുതിയ പുതിയ ചാപ്പേടികളുമായിട്ടാണ് BJP വരുന്നത്. മുൻപ് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് നരേന്ദ്രമോദി ദിമാഗി നക്സൽ എന്ന് വിളിച്ചതുപോലെ സർക്കാരിനോട് ചോദ്യം ചോദിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെയും രാജ്യദ്രോഹിയോ പാകിസ്ഥാനിയോ
ആയി ചിത്രീകരിക്കാനാണ് ഇവരെപ്പോഴും ശ്രമിക്കാറുള്ളത്. ഇതിനു പുറമെ രാജ്യത്തെ ഇന്നത്തെ യുവതലമുറയെ അഥവാ ജൻസി വിഭാഗത്തെ സ്വാധീനിക്കാൻ വേണ്ടി പുതിയ പദ്ധതികളും IT സെല്ലുകളും ഇവർ ആരംഭിച്ചിട്ടുണ്ട്. മുംബൈയിൽ വെച്ച് RSS തലവൻ മോഹൻ ഭാഗവത് തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ഒരു ജൻസി കോൺക്ലേവ് സംഘടിപ്പിച്ചു. എന്നാൽ അതിലൂടെ പോലും രാജ്യത്തെ വിദ്യാർത്ഥികളുടെ മനോഭാവം മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. സംഘപരിവാറിന്റെ ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയാണ് രാജ്യത്തെ ഭൂരിഭാഗം യുവതലമുറയും എന്ന് ആ പരിപാടിയിലൂടെ തെളിഞ്ഞു. നരേന്ദ്രമോദി തന്നെ വിദ്യാർത്ഥികളെ കയ്യിലെടുക്കാൻ വേണ്ടി സ്വന്തമായി റീലുകൾ ചെയ്യാൻ തുടങ്ങിയതും എന്നാൽ അതിന് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തപ്പോൾ അത് പെട്ടെന്ന് നിർത്തിവെച്ചതും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. ചുരുക്കത്തിൽ ജനങ്ങളെ ഭയപ്പെടുത്തിയും ഭിന്നിപ്പിച്ച് ഭരിച്ചും അധികാരം നിലനിർത്താമെന്ന സംഘപരിവാർ തന്ത്രങ്ങൾ ഓരോന്നായി പരാജയപ്പെടുകയാണ്. ഗുജറാത്തിലും മണിപ്പൂരിലും സ്ത്രീകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെയും രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല തകർത്തതിൻ്റെയും യഥാർത്ഥ ഉത്തരവാദികൾ ആരാണെന്ന് വിദ്യാർത്ഥികളും പൊതുസമൂഹവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അധികാരത്തിൽ തുടരാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഭരണകൂടം ഇന്ന് വലിയൊരു ആശങ്കയിലാണ്. ഏത് നിമിഷവും തങ്ങളുടെ കയ്യിൽ നിന്ന് ഈ അധികാരം നഷ്ടപ്പെട്ടു പോകാം എന്ന ഭയത്തിലാണ് ഇന്നിപ്പോൾ BJPയും കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഈ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ തെരുവുകളിൽ ഉയർന്നു കേൾക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.